എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന് മുന്നേ കുറച്ച് സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പാൻ വെച്ചു, അത് ചൂടായി, അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിക്കുകയാണ്. അപ്പം അതിനകത്തോട്ട് ഒരു സ്പൂണ് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നു. അപ്പം നെയ്യ് ഒഴിച്ച് ചൂടായതിന് ശേഷം ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തു. ആ ഉഴുന്ന് പരിപ്പ് ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആയപ്പോഴത്തേക്കിന് ഞാൻ വറ്റൽമുളക് അരിഞ്ഞ് ഇട്ട് കൊടുത്തു. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാള, കറിവേപ്പില, മല്ലിയില ഇതെല്ലാം ആ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പം അതൊന്ന് വഴന്ന് വരട്ടെ. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പം ഞാൻ അതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇതൊന്ന് വഴന്നിട്ട് അതായത് നമുക്ക് ഒത്തിരി അങ്ങനെ വഴന്ന് വരണ്ട. അതിൻ്റെ ആ പച്ച ചുവയെല്ലാം ഒന്ന് മാറി കിട്ടിയാൽ മതി. അപ്പം ഞാനതൊരു മിക്സിയിലേക്ക് മാറ്റി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പാകത്തിന് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. തുടങ്ങിയില്ലായിരുന്നു. അപ്പം ഞാൻ റവ എടുത്ത് ഒന്ന് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. ഒരു ഗ്ലാസ് റവയെ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു. അപ്പം അതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ആവശ്യത്തിന് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കും. ഇത് നമ്മുടെ ഗോതമ്പ് ദോശയാണ്, പക്ഷെ വേറൊരു രീതിയിൽ ഞാൻ ഇത് ഉണ്ടാക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ചെറിയ ഗ്ലാസ് റവ ചേർത്ത് കൊടുത്തു. പിന്നെ ഗോതമ്പ് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. ഇനി വെള്ളം നോക്കിയിട്ട് വെള്ളം ചേർക്കുക. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ആ അരച്ച് വെച്ചത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ദോശമാവ് റെഡിയാവും. ഉപ്പ് നോക്കണേ. ഉപ്പ് നമ്മൾ മറ്റേ അരപ്പിനകത്ത് ചേർത്തായിരുന്നു, അതുകൊണ്ട് ഉപ്പുണ്ട് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ മാവ് ദോശയായിട്ട് ഞാൻ ഉണ്ടാക്കാനായിട്ടാണ് ആ മാവ് എടുത്തത്. അപ്പോൾ റെഡിയായി കഴിഞ്ഞുണ്ട്. ഒരു പ്രത്യേകതരം ദോശയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കുകയാണ്. അപ്പം കണ്ടോ, ദോശ എല്ലാം നമുക്ക് ഇങ്ങനെ ഓരോന്ന് റെഡിയായി വരുന്നുണ്ട്. അപ്പം ഇതേപോലെ കിട്ടും. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ ഒരു ഗോതമ്പ് ദോശ ഇതുപോലെ നമുക്ക് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം.